സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ തിയേറ്ററുകൾ കണ്ടവർ ആവേശത്തോടുകൂടി ഇറങ്ങി വന്നതാണ്. ചിലർക്ക് വർക്കായി, ചിലർക്ക് വർക്കായില്ല. എന്നാൽ പോലും ബ്രാൻഡ് ന്യൂ ഡേ വർക്കായത് ബോക്സ് ഓഫീസിലാണ്. അതിന് നിസ്സംശയം പറയാൻ കഴിയും. ആ രീതിയിലാണ് ചിത്രത്തിൻ്റെ ബോക്സ് ഓഫീസ് കുതിപ്പ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 300 കോടി രൂപയാണ് ഇന്ത്യയിൽ നിന്ന് മാത്രമായിട്ട് ചിത്രം 4 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത് എന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളായിട്ട് തന്നെ പുറത്തു പറയേണ്ടതാണ്. ഒരു ഹോളിവുഡ് ചിത്രത്തിനും ഇതുപോലൊരു ഓപ്പണിംഗ് വീക്കെൻഡ് ഇന്ത്യയിൽ കിട്ടിയിട്ടില്ല. എത്രയോ ബഹുദൂരം മുന്നിൽ നിൽക്കുകയാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. ഒരുപക്ഷെ അത്രയധികം ആരാധകർ, കുട്ടികൾ, മുതിർന്നവർ, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഏജ് ഗ്രൂപ്പിലുള്ള ആരാധകർ വരുന്ന ഒരു സിനിമയും കൂടിയാണല്ലോ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത്രയധികം കളക്ഷൻ നേടുന്ന ഒരു ഹോളിവുഡ് ചിത്രം ഇതിന് മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഫസ്റ്റ് ഓപ്പണിംഗ് വീക്കെൻഡിൽ നോക്കുമ്പോഴേക്കും നമ്മൾ കണക്കുകൾ പ്രകാരം വെച്ച് തന്നെ സംസാരിക്കാം. പ്രത്യേകിച്ച് കേരള ബോക്സ് ഓഫീസിൽ നോക്കുമ്പോൾ 20 കോടി രൂപയാണ് കേട്ടോ ആദ്യത്തെ ഓപ്പണിംഗ് വീക്കെൻഡിൽ, അതായത് ഇതുവരെ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. ആദ്യ ദിവസം 5.6 കോടി രൂപ, രണ്ടാമത്തെ ദിവസം 4.1 കോടി രൂപ, മൂന്നാമത്തെ ദിവസം 5.3 കോടി രൂപ, നാലാം ദിവസം 5.9 കോടി രൂപ. ഇതിങ്ങനെ കൂടിക്കൂടിയാണ് വരുന്നത്. വ്യാഴം, വെള്ളി, ശനി, ഞായർ, ഇതാണ് ഈ 4 ദിവസങ്ങൾ. വ്യാഴാഴ്ച 5.6 കോടി വെച്ചാണ് തുടങ്ങിയത്. വെള്ളിയിൽ അത് കുറഞ്ഞു, 1 കോടി രൂപയോളം കുറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ശനി ഞായർ ആയപ്പോഴേക്കും അത് വീണ്ടും പിക്കപ്പ് ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ 20 കോടി രൂപയാണ് 4 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് ചിത്രം നേടിയത്. അതായത് 4th ബിഗ്ഗസ്റ്റ് വീക്കെൻഡ് ഓപ്പണിംഗ് ഓഫ് 2026. അതാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ കേരളത്തിൽ വരുന്നത്. ഇന്ത്യ ഒട്ടാകെ മാത്രമല്ല, ലോകമൊട്ടാകെ തന്നെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് വലുതായിരുന്നു. വലിയ തരത്തിലുള്ള പ്രൊമോഷൻസ് അവർ നടത്തി. പ്രത്യേകിച്ച് ഫിഫ ലോകകപ്പ് നടക്കുന്ന സമയത്ത് മെസ്സിയെ കൊണ്ടുവന്ന് ഒരു 150 കോടിയോളം രൂപ കൊടുത്തിട്ട് മെസ്സിയെ കൊണ്ടൊരു പ്രൊമോഷൻ പരിപാടി ഉൾപ്പെടെ ചെയ്തു. അത് ഒരു ചെറിയ ആഡ്, ഒരു 40 സെക്കൻഡ് ആഡാണ്. അത് 150 കോടി രൂപയാണ് മെസ്സിക്ക് കൊടുത്തത്. 150 crores ഫോർ 40 seconds ആഡ്. അതിനകത്ത് മെസ്സി ഉള്ളത് എനിക്ക് തോന്നുന്നു 20 സെക്കൻഡിൻ്റെ ഉള്ളൂ. അതാണ് അവസ്ഥ. എന്തായാലും സ്പൈഡർമാൻ കണ്ടൊരു വ്യക്തി എന്ന രീതിയിൽ എനിക്ക് വലിയ അഡ്രിനാലിൻ റഷ് ഒന്നും തോന്നിയില്ല. നല്ല പടമാണ്, ഒരു തരത്തിലും മോശം പടമാണ് എന്നുള്ളതല്ല. പക്ഷേ ആ ഹൈപ്പിനുള്ളതുകൊണ്ട് ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഹാവ് എന്താ പറയുക, എനിക്ക് 2 ചോദ്യങ്ങളൊക്കെ നിൽക്കുകയാണ്. ഡൂംസ്ഡേയിലൊക്കെ വരുമ്പോഴേക്കും അത് മാറുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഇത് എന്താ പറയുക, എല്ലാത്തരം ഓഡിയൻസിനെയും സംതൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. ഹൈപ്പ് കുറയുന്നില്ലോ എന്നൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ സംതൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. ആളുകൾ ഹാപ്പിയാണ്. അത് ബോക്സ് ഓഫീസിൽ കാണുകയും ചെയ്തു. പ്രത്യേകിച്ച് മലയാളത്തിന് പുറമെ ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ തന്നെയായിട്ടാണ് ഇന്ത്യയിൽ റിലീസിനെത്തിയത്. അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റേറ്റ്സിലും ഇതേ തരത്തിലുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻസ് കാണാൻ പറ്റും. കേരളത്തെക്കാൾ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഉണ്ട്. അങ്ങനെയാണല്ലോ ഇന്ത്യയിൽ നിന്ന് മാത്രമായിട്ട് 300 കോടിയോളം നേടിയത്. സോണി പിക്ചേഴ്സ് തന്നെ ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടു. 300 എന്നല്ല, 309 കോടി രൂപയാണ് ഗ്രോസ് കളക്ഷൻ ഇൻ ഇന്ത്യ എന്നുള്ളതാണ് അവർ പുറത്തു വിട്ടിരിക്കുന്നത്. എന്തായാലും ഇതൊരു ഭീകരമായ കണക്ക് സ്പൈഡർമാനെ സംബന്ധിച്ചിടത്തോളം പുറത്തു വന്നിരിക്കുകയാണ്. എല്ലാ ആരാധകരും ആവേശത്തോടെ കാത്തിരുന്ന സിനിമയ്ക്ക് ബോക്സ് ഓഫീസിലും ഇതേ തരത്തിലുള്ള വരവേൽപ്പ്. പ്രത്യേകിച്ച് ഇപ്പോൾ തന്നെ നോക്കിയാൽ ടോം ഹോളണ്ടിന് തന്നെ ഈ സ്പൈഡർമാൻ ഇറങ്ങുന്നതിന് 2 ആഴ്ച മുമ്പാണ് ഒഡീസി ഇറങ്ങിയത്. ഒഡീസി പല ഐമാക്സ് സെൻറ്റേഴ്സും എടുത്തിരിക്കുകയാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഐമാക്സിൽ നിന്നുള്ള കളക്ഷൻസ് സ്പൈഡർമാൻ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും ഇത്രയും വലിയൊരു കളക്ഷൻ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. കേരളത്തിൽ ഒരു വലിയ ഡിമാൻഡ് ചിത്രത്തിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ്. ബോക്സ് ഓഫീസ് കളക്ഷൻസ് അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും സ്പൈഡർമാൻ ആരാധകർക്ക് സന്തോഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.